എന്താടാ തക്കുടു? ഡിസംബർ 11 ഉക്കുളി പൂണ്ടല്ലോ. അമ്പടാ തക്കുടു, നിനക്ക് മടിയാണോ സ്കൂളിൽ പോവാൻ? അല്ലെങ്കിലേ ടീച്ചർ പറഞ്ഞു ഉക്കൂളത്തെ ചേട്ടമായ ചേച്ചിമായും ഓട്ടിച്ച് വരൂന്ന്. ആ, അത് ശരിയാ തക്കുടു. അന്ന് നമ്മുടെ നാട്ടിലെ ഇലക്ഷനാണ്. 5 വർഷം കൂടുമ്പോ നമ്മൾ നമ്മുടെ ഭരണാധികാരികളെ അവരുടെ കഴിവുകൾ നോക്കി തെരഞ്ഞെടുക്കും. ചിലരെ മാറ്റും, ചിലരെ നിലനിർത്തും. എനിക്ക് ഓട്ടിച്ച് പറ്റൂ. തക്കുടുവിന് ഇപ്പൊ 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇത്രയും കൂടി വലുതായ ഒരു 10-14 വർഷം കഴിഞ്ഞ മോന് വോട്ട് ചെയ്യാലോ. പക്ഷേ മോന് സ്ഥാനാർത്ഥിയാകാൻ പ്രായോ കഴിവോ കുടുംബ മഹിമയോ ഒന്നും നോക്കണ്ട. ആരുടെ സ്ഥാനാർത്ഥിയാന്നറിയോ? ഈശോയുടെ സ്ഥാനാർത്ഥിയാകാൻ. ഈശോന്റെ അവിടെ വോട്ടുണ്ടോ? എന്റെ തക്കുടോ, ഈശോന്റെ അവിടെ വോട്ടില്ല, പക്ഷെ സ്ഥാനാർത്ഥികൾ കുറെ പേരുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണെന്ന് ഈശോ പറഞ്ഞത് മോൻ കേട്ടിട്ടില്ലേ? പിന്നെ ഈ ലോകത്തിലെ തെരഞ്ഞെടുപ്പാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോ മാറേണ്ടി വരും. പക്ഷെ ഈശോ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരിക്കലും മാറണ്ട. അതുകൊണ്ടല്ലേ വചനം പറയണത്, ദൈവത്തിന്റെ വിളിയും ദാനവും ഒരിക്കലും പിൻവലിക്കപ്പെടാൻ പറ്റില്ലാന്ന്. സെറ്റ് തക്കുടു, അങ്കിള് പ്രാർത്ഥിക്കാട്ടാ. തക്കുടു ഒരു കാര്യം ചെയ്യണം, അപ്പനെയും അമ്മേനെയും അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിച്ചു.